പത്തനംതിട്ടയുടെ മുഖം മാറുന്നു. നാളിതുവരെ കാണാത്ത ഒരു മാറ്റം നിങ്ങൾക്കും കാണാം. റോഡുകൾ മനോഹരമായിരിക്കുന്നു. യാത്ര വളരെ സുഖകരം. എല്ലാവർക്കും അഭിമാനിക്കാം. എൻ്റെ പത്തനംതിട്ടയെന്ന് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാം. സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ട് TB റോഡിലൂടെ മർത്തോമ സ്കൂളിൻ്റെ മുൻവശത്തുകൂടി ഗവൺമെൻറ് ആശുപത്രിയുടെ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. തകർന്നു കിടക്കുന്ന റോഡുകൾ, ഗട്ടറുള്ള റോഡുകൾ എന്നിവയെല്ലാം ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് പഴങ്കഥയായിരിക്കുന്നു. മനോഹരമായ ഈ റോഡിലൂടെ നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിരിക്കണം. സ്കൂട്ടറിലായാലും കാറിലായാലും ബസ്സിലായാലും നല്ല റോഡിലൂടെയുള്ള യാത്ര നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് പത്തനംതിട്ട PWD റെസ്റ്റ് ഹൗസിൻ്റെ മുന്നിലൂടെയും മർത്തോമ സ്കൂളിൻ്റെ മുന്നിലൂടെയുമുള്ള റോഡിലൂടെയാണ്. വലതുവശത്ത് മർത്തോമ സ്കൂളും ഇടതുവശത്ത് PWD റെസ്റ്റ് ഹൗസും കാണാം. ഇവിടെ നിന്നും നമ്മൾ നേരെ ഗവൺമെൻറ് ആശുപത്രിയുടെ പുറകുവശത്താണ് എത്തുന്നത്. ചെറിയൊരു കുന്നാണ് ഇവിടെ നിന്ന് ദൂരക്കാഴ്ചകൾ മനോഹരം തന്നെയാണ്. റിംഗ് റോഡ് വരുന്നതിന് മുമ്പ് പത്തനംതിട്ടയുടെ പ്രധാന റോഡായിരുന്ന കോഴഞ്ചേരി പത്തനംതിട്ട റോഡിലേക്കാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഗവൺമെൻറ് ആശുപത്രിയുടെ പുറകുഭാഗമാണ് ഇവിടം. റിംഗ് റോഡ് വരുന്നതിന് മുമ്പ് വളരെ തിരക്കേറിയ ഒരു സ്ഥലമായിരുന്നു. വർഷങ്ങളായിട്ട് ഈ ജംഗ്ഷനിൽ വലിയ കാര്യമായ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പഴയ കെട്ടിടങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ അവിടെയുണ്ട്. ഇവിടെ പുതിയതായിട്ട് വന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് കല്യാൺ ജുവലറിയുടെ ഷോറൂമാണ്. അത് ഗവൺമെൻറ് ആശുപത്രിയുടെ നേരെ എതിർവശത്താണ്. ഗവൺമെൻറ് ആശുപത്രിയുടെ ബഹുനില മന്ദിരം പൂർത്തിയാകുന്നതോടുകൂടി ഈ ജംഗ്ഷൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഈ റോഡ് നേരെ എത്തുന്നത് അബാൻ ജംഗ്ഷനിലേക്കാണ്. ഗാന്ധി സ്ക്വയറും കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ടൗൺ സ്ക്വയർ കാണുവാനാണ് പോകുന്നത്. ഇത് ടൗൺ സ്ക്വയർ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അബാൻ ജംഗ്ഷനിൽ തന്നെയാണിത്. ഉടൻ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതാണെന്ന് മുനിസിപ്പൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ 1-2 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 3-ാം യാർഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 1-ാം തീയതി നടക്കാൻ പോവുകയാണ്. അബാൻ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് റോഡ് മോശമായി കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കത് കാണാം. ഫ്ലൈ ഓവർ ഏതാണ്ട് കുറേ ഏറെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനിയും പ്രധാന ഭാഗങ്ങൾ ആണ് പൂർത്തീകരിക്കുവാനായിട്ടുള്ളത്. അത് ഈ വർഷം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് കാണാം. നേരത്തെ പൊട്ടിപ്പൊളിച്ച് കിടന്നിരുന്ന ബസ് സ്റ്റാൻഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വളരെ മനോഹരമായിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര ലുക്ക് തന്നെ ഇതിനുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് പുതിയ ഹാപ്പിനെസ് പാർക്ക് വരുന്നത്. അവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നോക്കിയാൽ നമുക്ക് ചുട്ടിപ്പാറ വ്യക്തമായിട്ട് കാണാം. ആ ചുട്ടിപ്പാറ സമീപഭാവിയിൽ തന്നെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറും. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ ക്രോസ് ന്യൂസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.